ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ മറ്റൊരു ഹോട്ട് ടോപ്പിക് കണ്ടന്റായിട്ട് വന്നിട്ടുണ്ട്. ഇന്നത്തെ പ്രധാന വിഷയം എന്താണ്? കാർഷിക വിളകളാണ്. 1 മാർക്ക് നേടാൻ സഹായിക്കുന്ന കാർഷിക വിളകൾ ഒരു 10-15 മിനിറ്റിൽ കൊണ്ട് നമുക്ക് പഠിക്കാം. ഏത് പരീക്ഷയ്ക്ക് പോയാലും 1 മാർക്ക് നേടാം. 15 മിനിറ്റിലുള്ള കണ്ടന്റ് മാത്രം പഠിച്ചാൽ മതി, മാർക്ക് ഉറപ്പിക്കാം. ഓക്കെ, റാബി വിളയ്ക്ക് ഉദാഹരണം ഏതാണ്? നോക്കിയടാ, ജോവർ, റാഗി, ബജ്റ, ബാർലി. ഇതിൽ ഏതാണ് റാബി വിളയ്ക്ക് ഉദാഹരണം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ആൻസർ ഏതാണ്? ജോവറാണോ, റാഗിയാണോ, ബജ്റയാണോ, ബാർലിയാണോ? ഏതാണ് ആൻസർ? ബാർലിയാണ്. അപ്പോൾ ബാർലി ഒരു റാബി വിളയാണ്. ബാർലി റാബി വിളയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. താഴെ തന്നിരിക്കുന്നതിൽ ഖാരിഫ് വിള ഏതാണ്? ഖാരിഫ് വിള 3 വിളകളാണ്: ഖാരിഫ് വിള, റാബി, സെയ്ദ്. ഓക്കെ, അതിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്. ഏതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്? ഖാരിഫ് വിള ഏതെന്നാണ്. നോക്കിയുടെ ഓപ്ഷൻസ്: ഗോതമ്പ്, നെല്ല്, പഴവർഗ്ഗങ്ങൾ, കടുക്. ഇതിൽ ഖാരിഫ് വിള ഏതാണ് ആൻസർ വരുന്നത്? നെല്ലാണ് ആൻസർ ആയിട്ട് വരുന്നത്. നെല്ല് ഒരു ഖാരിഫ് വിളയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കാർഷിക കാലങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള വിളകൾ താഴെ തന്നിരിക്കുന്നു. അതിൽ നിന്നും എന്താണ് ശരിയായ ജോഡി തിരഞ്ഞെടുക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, 3 ജോഡിയുണ്ട്. ഖാരിഫ് നെല്ലാണ്. നേരത്തെ നമ്മൾ പറഞ്ഞു നെല്ല് ഒരു ഖാരിഫ് വിളയാണ്. അപ്പോൾ 1 ശരിയാണ്. 1 ഉള്ളത് മാത്രമായിരിക്കും, അല്ലെങ്കിൽ 1 ഉള്ള ഓപ്ഷൻ ആയിരിക്കും ശരിയായിട്ട് വരുന്നത്. അപ്പോൾ 1 ഇല്ലാത്ത എന്ത് ചെയ്യാം? വെട്ടിക്കളഞ്ഞൂടെ? ഓക്കെ, അപ്പോൾ ഡി വെട്ടിക്കളഞ്ഞു. അടുത്ത് നോക്കിയടാ, റാബി, പരുത്തി. പരുത്തി ഒരു റാബി വിളയാണെന്ന് പറയുന്നുണ്ട്. ഇവിടെ പരുത്തി ഒരു റാബി വിള അല്ല, പകരം എന്താണ്? അതൊരു ഖാരിഫ് വിളയാണ്. അപ്പം 2 തെറ്റായ ജോഡിയാണ്. അപ്പം 2 ഉള്ളതും വെട്ടിക്കളയാം. ഇവിടെ 2 ഉള്ളത് ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ബി വെട്ടിക്കളഞ്ഞു. ഓക്കെ, അടുത്ത് നോക്കിയടാ, സെയ്ദ് പഴവർഗ്ഗങ്ങളാണ്. നമുക്കറിയാം സെയ്ദ് പഴവർഗ്ഗങ്ങൾ കൃഷി ചെയ്യുന്ന വിളയാണ് സെയ്ദ് വിളകൾ എന്ന് പറയുന്നത്. അപ്പം 1ഉം 3ഉം ശരിയായ ജോഡിയാണ്. ഇവിടുത്തെ ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയടാ, താഴെ പറയുന്നതിൽ ഖാരിഫ് വിളകൾ ഉൾപ്പെടാത്തത് ഏതാണ്? ചോളമുണ്ട്, നെല്ലുണ്ട്. നെല്ല് നമ്മൾ നേരത്തെ പറഞ്ഞു. ബാർലി ഏതാണെന്ന് പറഞ്ഞു? റാബി വിളയാണ്, റാബിയാണ് അല്ലേ. അപ്പൊ ഖാരിഫ് വിളകളിൽ ഉൾപ്പെടാത്തത് ഏതെന്നല്ലേ ചോദ്യം. ഏതാണ് ആൻസർ വരുന്നത്? ബി ആണ് ആൻസർ വരുന്നത്. ഓക്കെ, നോക്കിയടാ, ഇത് SCERTയിലെ ഒരു ടേബിളാണ്. ഈ ടേബിൾ പഠിച്ചാൽ 1 മാർക്ക് കിട്ടും. ഈ ടേബിൾ മാത്രം പഠിച്ചാൽ 1 മാർക്ക് കിട്ടും. അത് മിക്ക ക്വസ്റ്റ്യൻസ്, ഏത് ക്വസ്റ്റ്യൻ നോക്കിയാലും ഒരു 90% എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഇരുന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. ഓക്കെ, നോക്കിയടാ, കാർഷിക വിളകൾ ഏതൊക്കെയാണ്? ഖാരിഫ്, റാബി, സെയ്ദ്. അതിൻ്റെ വിള ഇറക്കൽ കാലവും വിളവെടുപ്പ് കാലവും അതിൽ ഉൾപ്പെടുന്ന വിളകളും തന്നിട്ടുണ്ട്. ഓക്കെ, ഖാരിഫ്, റാബി, സെയ്ദ്, അതാണ് അതിൻ്റെ ഓർഡർ. ഓക്കെ, അപ്പോൾ ഖാരിഫ് വിള എപ്പോഴാണ്? ജൂൺ മൺസൂണിൻ്റെ ആരംഭം. മൺസൂണിൻ്റെ ആരംഭത്തിൽ വിളവിറക്കുന്ന കാർഷിക കാലം ഏതെന്ന് ചോദിച്ചാൽ ഖാരിഫ് ആണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ വിളവെടുപ്പ് കാലം പറഞ്ഞിട്ടുണ്ട് നവംബർ ആദ്യവാരം, അതായത് മൺസൂണിൻ്റെ അവസാനം. ഓക്കെ, അപ്പം മൺസൂണിൻ്റെ ആരംഭത്തോടെയും മൺസൂണിൻ്റെ അവസാനത്തോടെയും വിളവെടുപ്പും നടക്കുന്ന കാർഷിക കാലമാണ് ഖാരിഫ് വിള. അതിൽ ഉൾപ്പെടുന്ന പ്രധാന വിളകൾ തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? നെല്ല്, ചോളം, പരുത്തി, തിനവിളകൾ, ചണം, കരിമ്പ്, നിലക്കടല എന്നിവയാണ് പ്രധാന വിളകൾ. ഓക്കെ, അപ്പോൾ ഇത്ര മാത്രമല്ല, ഇനിയുണ്ട്. അതും നമ്മൾ പഠിച്ചേ പറ്റി. ഇത് മാത്രമായിട്ട് പഠിച്ചുകൊണ്ട് പോയാൽ മാർക്ക് കിട്ടണമെന്ന് ഇല്ല. ഓക്കെ, അടുത്ത് നോക്കിയടാ, ഖാരിഫ് വിള എന്നാണ് ജൂൺ മാസം, അല്ലെങ്കിൽ എന്താണ് മൺസൂണിൻ്റെ ആരംഭം. നമ്മൾ ജൂണിലല്ലേടാ സ്കൂളിൽ പോകുന്നത്. അപ്പോൾ സ്കൂളിൻ്റെ തുടക്കം എന്നാണ്? ജൂൺ 1 തൊട്ടാണ്. അപ്പോൾ ഖാരിഫ്, റാബി, സെയ്ദ്. ഖാരിഫ് ജൂൺ, അല്ലെ സ്കൂൾ തുറക്കുമ്പോൾ കൃഷി ഇറക്കും എന്ന് ആലോചിച്ചാൽ മതി. ഓക്കെ, ജൂൺ മുതൽ എന്ന് വരെയാണ്? ജൂൺ മുതൽ നവംബർ വരെയാണ്. നവംബർ. ഓക്കെ, അതാണ് ഖാരിഫ്. അടുത്ത റാബി നോക്കിയടാ, ശൈത്യകാല ആരംഭത്തിൽ വിളവിറക്കുന്ന കാർഷിക കാലമാണ് റാഫി. അതായത് നവംബർ മധ്യത്തോടെ, നവംബറിൽ ഖാരിഫിന്റെ വിളവെടുപ്പ് കഴിഞ്ഞ് നവംബർ മധ്യത്തോടെ റാബി വിളവിറക്കുന്നു. ഓക്കെ, അപ്പൊ നവംബർ മധ്യത്തോടെ ആരംഭിക്കുന്നു, അല്ലെങ്കിൽ വിളവിറക്കുന്ന കാലഘട്ടമാണ്, അല്ലെങ്കിൽ കാർഷിക കാലമാണ് റാബി. വിളവെടുപ്പ് കാലം എന്നാണ്? മാർച്ച്, അതായത് വേനലിൻ്റെ ആരംഭത്തിൽ. നവംബർ മുതൽ മാർച്ച് വരെയാണ് റാബി കാർഷിക കാലഘട്ടത്തിൽ ഉൾപ്പെടുന്ന, അല്ലെങ്കിൽ അതിൽ വിളവെടുക്കുന്ന വിളകൾ ഏതൊക്കെയാണ്? ഗോതമ്പ്, പുകയില, കടുക്, പയറുവർഗ്ഗങ്ങൾ എന്നീ 4 വിളകൾ മാത്രമേ SCERTയിൽ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, അടുത്ത് പറയുന്നു സെയ്ദ് വിള മാർച്ച്, അല്ലെങ്കിൽ വേനലിൻ്റെ ആരംഭത്തിൽ വിളവിറക്കുകയും മൺസൂണിൻ്റെ ആരംഭം, നേരെ സൈക്കിളാണ്. നേരത്തെ എവിടെ പോയി? ഖാരിഫിൻ്റെ ആദ്യം, അതായത് വിളവെടുപ്പ് കാലം എപ്പോഴാണ്? മൺസൂണിൻ്റെ ആരംഭത്തിലാണ് സെയ്ദിൻ്റെ വിളവെടുപ്പ് കാലം.
അതിൽ ഉൾപ്പെടുന്ന ഏതൊക്കെയാണ്? പഴവർഗ്ഗങ്ങളും പച്ചക്കറികളുമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും പോയിന്റ് നമ്മൾ പഠിച്ചു. ഖാരിഫ് വിളവിറക്കൽ കാലം, വിളവെടുപ്പ് കാലം, പ്രധാന വിളകൾ, അതേപോലെ റാബിയും സെയ്ദും. ഓക്കെ അല്ലേടാ? അപ്പോൾ പ്രധാനമായിട്ടും പഠിക്കുക ഖാരിഫ് വിള, റാബി വിള. ഇത് പഠിക്കാൻ എളുപ്പമാണ്. സെയ്ദ് വിള എന്താണ്? പഴവർഗ്ഗങ്ങൾ, പച്ചക്കറികളാണ് കൃഷി ചെയ്യുന്നത്. ഇപ്പോൾ മാർച്ച് അല്ലെങ്കിൽ വേനലിൻ്റെ ആരംഭത്തോടെ വിളവിറക്കുകയും മൺസൂണിൻ്റെ അവസാനത്തോടെ വിളവെടുക്കുകയും ചെയ്യുന്ന വിളയാണ് സെയ്ദ്. ഓക്കെ, ഇത് നമുക്ക് വലുതായിട്ട് സ്ട്രെസ് കൊടുത്ത് പഠിക്കേണ്ട കാര്യമില്ല. നോർമലായിട്ട് ചിന്തിക്കുന്ന ആൾക്ക് പഠിച്ചു വയ്ക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, നമുക്ക് വേണ്ടത് ഖാരിഫും റാബിയാണ്. ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളതും ഈ പോർഷനിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ഈ പോർഷൻ വളരെ ക്ലിയർ ആയിട്ട് പഠിക്കുക. ഓക്കെ, അവിടെ നോക്കിയടാ ഖാരിഫ് വിളകൾ ഏതെന്ന് ഡീറ്റെയിൽ ആയിട്ടുണ്ട്. ഓക്കെ, ഏതൊക്കെയാണ് ഖാരിഫ് വിളകൾ പറയുന്നത്? എള്ള് എടാ ഇത് പഠിക്കാൻ ഒരു കോഡുണ്ട്. ആ കോഡെന്ന് നിങ്ങൾക്ക് അറിയാമെന്നുള്ള കോഡായിരിക്കും. ഓക്കെ, വളരെ പഴയ അല്ലെങ്കിൽ ഒരുപാട് പ്രാചീന ആൾക്കാർ ഉപയോഗിച്ച് വരുന്ന കോഡുകളൊക്കെ ഉണ്ട്. അത് വെച്ച് പഠിക്കാൻ ശ്രമിക്കുക. എങ്ങനെയായാലും നിങ്ങൾ പഠിച്ച് മാർക്ക് മേടിക്കണം, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ്? എള്ള്, നെല്ല്, കരിമ്പ്, പരുത്തി. ഇതൊക്കെ ഒരുപാട് റീസെൻ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, പരുത്തി, നിലക്കടല, ചണം, ചോളം, റാഗി, ബജ്റ, ജോവർ. റാഗി, ബജ്റ, ജോവർ ഇത് ഉറപ്പായിട്ടും പഠിക്കണേ. പിന്നെ ഏതാണ്? സോയാബീൻ. ഇതെല്ലാം എന്താണ്? ഖാരിഫ് വിളയാണ്. എള്ള്, നെല്ല്, കരിമ്പ്, പരുത്തി, നിലക്കടല, ചണം, ചോളം, റാഗി, ബജ്റ, ജോവർ, സോയാബീൻ. എന്താണ്? എനിക്ക് ചോറും ബജിയും പിന്നെ സോയയും. ഇതെന്താണ്? ഒരു നമ്മൾ പഠിച്ച സമയത്തുണ്ടായിരുന്ന കോഡാണ്. ഓക്കെ, നിങ്ങൾക്ക് കോഡ് വെച്ച് പഠിക്കാൻ ഇഷ്ടപ്പെടുന്നവരും ഇഷ്ടപ്പെടാത്തവരും ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എങ്ങനെയാണോ പഠിക്കാൻ താല്പര്യം അതുവഴി പഠിക്കുക. ഓക്കെ, ഞാൻ കോഡൊന്നും പറഞ്ഞ് നിങ്ങളെ ക്രിഞ്ചടിപ്പിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഖാരിഫ് വിളകൾ പഠിച്ചു. ഏതാണ്? എള്ള്, നെല്ല്, കരിമ്പ്, പരുത്തി, നിലക്കടല, ചണം, ചോളം, റാഗി, ബജ്റ, സോയാബീൻ, ജോവർ, സോയാബീൻ. ഓക്കെ, അടുത്ത റാബി വിള. റാബി വിള കൃഷി വിളവിറക്കുന്നതും വിളവെടുക്കുന്നതൊക്കെ പഠിച്ചതാണ്. നവംബർ മധ്യത്തോടെ വിളവിറക്കുകയും മാർച്ചിൽ ആരംഭത്തിൽ വിളവെടുക്കുകയും ചെയ്യുന്ന വിളയാണ് റാബി വിള. റാബി വിളയിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ്? ഗോതമ്പ്, ബാർലി, ജീരകം, മല്ലി, കടുക്. പിന്നെ ഏതാണ്? ബാർലി. ഇവിടെ ഇത് മാറിപ്പോവല്ലേ? ഇതും കണക്റ്റ് ആവാൻ സാധ്യതയുണ്ട്. കണക്റ്റ് ആവരുത്. ബാർലി എന്താണ്? ഒരു റാബി വിളയാണ്. ആ ഒരു അക്ഷരപ്രാസം വെച്ച് പഠിക്കുക. റാബി, ബാർലി. ഓക്കെ, അത് കണക്ട് ചെയ്ത് തന്നെ പഠിക്കുക. ഓക്കെ, ഇതുമായിട്ട് കണക്ട് ചെയ്യരുത്. ഓക്കെ, അത് കൂടാതെ എന്തുണ്ട്? കടല, ഉള്ളി, തക്കാളി, ഉരുളക്കിഴങ്ങ്, പയർവർഗ്ഗങ്ങൾ ഇതെല്ലാം എന്താണ്? റാബി വിളയാണ്. ഗോപബാലിക പുകവലിക്കും എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് എങ്ങനെയാണോ അതേപോലെ നിങ്ങൾ പഠിക്കുക, ഓർത്തു വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണെന്ന് പഠിച്ചു കഴിഞ്ഞു. ഖാരിഫ് വിള, റാബി വിള, ഗോതമ്പ്, ബാർലി, ജീരകം, മല്ലി, കടുക്, ബാർലി, കടല, ഏതൊക്കെയാണ്? തക്കാളി, ഉരുളക്കിഴങ്ങ്, പയർവർഗ്ഗങ്ങളെല്ലാം ഉൾപ്പെടുന്നത് റാബി വിളയിലാണ്, അല്ലെ റാബി വിള കൃഷി ചെയ്യുന്ന കാലഘട്ടത്തിലാണ്. ഓക്കെ, നവംബർ മുതൽ മാർച്ച് വരെയുള്ള ഇന്ത്യയിലെ കാർഷിക കാലാവസ്ഥ ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഏതാണ് ആൻസർ വരുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞേ ഉള്ളൂ നവംബർ മുതൽ മാർച്ച് വരെ. ഏതാണ് നമ്മൾ നേരത്തെ പറഞ്ഞു? ഏതാണ്? ഓപ്ഷൻ ഡി, റാബി വിളയാണ്. നവംബർ കൃഷി ഇറക്കുകയും മാർച്ചിൽ വിളവെടുക്കുകയും ചെയ്യുന്ന കാർഷിക കാലം. പോകാം. അടുത്ത ദിവസം നോക്കിയാ താഴെ കൊടുത്തിരിക്കുന്നതിൽ റാബി വിള ഏത്? റാബി വിള ഏതാണ്? ചണം, കടുക്, നിലക്കടല, ചോളം. ഇതിൽ ഏതാണ് റാബി വിള? ഏതാണ്? കടുകാണ് അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞു കടുക് റാബി വിളയാണ്. അടുത്ത് നോക്കാം. ഇവിടെ താഴെ തന്നിരിക്കുന്നതിൽ ഖാരിഫ് വിള അല്ലാത്തത് ഏത്? ഖാരിഫ് വിള അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇവിടെ നെല്ല് ഒരു ഖാരിഫ് വിള ആണോ? ആണ്. അപ്പം ഇത് നമുക്ക് ഒഴിവാക്കാം. അല്ലാത്തത് ഏതെന്നാണ്, അല്ലെങ്കിൽ റാബി വിള അല്ലെങ്കിൽ സെയ്ദ് വിള, ഇത് ഏതായിരിക്കും? ഇതിലുള്ളതായിരിക്കും ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഒന്ന് എന്തായാലും ഖാരിഫ് വിളയാണ്, അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഒന്ന് എന്തായാലും ഉൾപ്പെടില്ല. അപ്പോൾ ഒന്ന് ഉൾപ്പെടുന്ന ഓപ്ഷൻസ് നമുക്ക് വെട്ടിക്കളയാം. അപ്പം ഇതുണ്ട്, എയും സിയും വെട്ടി. 2 ഗോതമ്പ്, ഖാരിഫ് വിള അല്ലാത്തത്. ഗോതമ്പ് എന്താണ്? ഒരു റാബി വിളയാണ് അല്ലേ? അപ്പം 2 ഉള്ളതായിരിക്കും ആൻസർ. ഇതിലും 2 ഉണ്ട്. അടുത്ത് നോക്കിയാൽ മൂന്നാമത്തെ കടുക് ഏത് വിളയാണ്? കടുക് ഒരു റാബി വിളയാണ്. അപ്പം 3ഉം ആൻസർ ആയിട്ട് വരും. ഏതാണ്? ഡി ആണ് ഇവിടുത്തെ ആൻസർ എന്ന് കണ്ടു കഴിഞ്ഞു. ഓക്കെ, അപ്പം 2, 3, 4, 8 ഒക്കെയാണ് എന്തായിട്ട് വരുന്നത്? റാബി വിള. 2, 3, 4, 8 എന്താണ്? ഇതെന്താണ്? പഴവർഗ്ഗങ്ങൾ ഏതാണ്? സെയ്ദാണ് അല്ലേ? ബാക്കിയെല്ലാം എന്താണ്? ഖാരിഫ് വിളയാണ്. ഓക്കെ, അപ്പോൾ പരുത്തി, ചണം, കരിമ്പ്, നിലക്കടല, ചോളം, നെല്ല് ഇതെല്ലാം എന്താണ്? ഖാരിഫ് വിളയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമുക്ക് 1 മാർക്ക് കിട്ടും. ഓക്കെ, ഒരു ടേബിളും കുറച്ച് പോയിന്റുകളും മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, ഇങ്ങനെയുള്ള ടോപ്പിക്കുകൾ നമ്മൾ എന്ത് ചെയ്യുക? തരംതിരിച്ച് വ്യക്തമായിട്ട് പഠിക്കുക. ഈ ടോപ്പിക്കിൽ നിന്ന് 1 മാർക്ക് നഷ്ടപ്പെടരുത്. ഓക്കെ, സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റുന്നത് അത് കൺഫേം ആക്കി പഠിക്കുക. യാതൊരുവിധ കൺഫ്യൂഷനും ഉണ്ടാവാതെ പഠിക്കുക. ഓക്കെ,
ഇവിടെ താഴെ തന്നിരിക്കുന്ന സൂചനകൾ വായിച്ച് വിള ഏതെന്ന് കണ്ടെത്തുക. ഏത് വിളയുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റുകളാണ് തന്നിരിക്കുന്നതെന്ന് നോക്കുക. ഇവിടെ ഇന്ത്യയിൽ ഉൽപ്പാദനത്തിൽ രണ്ടാം സ്ഥാനത്തുള്ള വിള ഏതാണ് അറിയാൻ പറ്റുമോ? അടുത്ത് നോക്കിയാൽ റാബി വിളയാണ്. റാബി വിള ഉൾപ്പെടുന്ന രണ്ടാമത്തെ വിള ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന രണ്ടാമത്തെ വിള അത് എന്ത് വിളയാണ്? റാബി വിളയാണ്. 10 ഡിഗ്രി സെൽഷ്യസ് മുതൽ 26 ഡിഗ്രി സെൽഷ്യസ് താപവും 75 സെൻറ്റിമീറ്റർ മഴയും ആവശ്യമാണ്. ഓഫ് ടോപ്പിക്കാണ്, എന്നാലും നമുക്ക് പറയണം ഏതാണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്? ഗോതമ്പാണ്. ഏതാണ്? ഗോതമ്പാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഖാരിഫ്, റാബി, സെയ്ദ് കാർഷിക കാലങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഇതിന് ഒരു മാർക്കും നിങ്ങൾ നഷ്ടപ്പെടരുത്. ഇത് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാൻ ശ്രമിക്കുക, റിപ്പീറ്റഡ് ആയിട്ട് വായിച്ചുകൊണ്ടിരിക്കുക. റാബി കാർഷിക വിളകളാണ്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോവും, മനുഷ്യനാണ്. അപ്പോൾ എന്ത് ചെയ്യുക? റിവൈസ് ചെയ്ത് പഠിക്കുക. ഓക്കെ, താങ്ക് യു.